നമസ്കാരം. ഇത് ഉമർ ഖാലിദ്. ജനാധിപത്യ ഇന്ത്യയിൽ 6 വർഷമായി വിചാരണയില്ലാതെ നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ്. ഇത് ഉമർ ഖാലിദിൻ്റെ ജയിലിലെ ഏകാന്തതയിലേക്ക് അമേരിക്കയിൽ നിന്നെത്തിയ ഒരു കത്താണ്. കത്ത് എഴുതിയത് മംദാനി, ന്യൂയോർക്ക് മേയർ. നമുക്ക് ആ കത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലേക്കും പോവുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷത്തിൽ പെട്ടെന്ന് നിങ്ങളെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയാണ്, ജയിലിൽ അടയ്ക്കുകയാണ്. കേസില്ല, അന്വേഷണമില്ല, വിചാരണയില്ല. പുറം ലോകത്ത് നിന്ന് നിഷ്കാസിതനാക്കപ്പെട്ട് അവ്യക്തമായ കാരണങ്ങളുടെ പേരിൽ നീണ്ട കാലം 6 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വരിക. നിസ്സഹായനായ ഒരു പൗരനായി ഭരണകൂടത്തിൻ്റെ വാൾത്തലപ്പിന് കീഴിൽ അനിശ്ചിതമായി ജീവിക്കേണ്ടി വരിക. എന്തായിരിക്കും കഴിഞ്ഞ 6 വർഷമായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരിക? എത്ര ഇന്ത്യക്കാർ ഉമർ ഖാലിദിനെ ഓർക്കുന്നുണ്ട്? ആ ഓർമ്മ പോലും രാജ്യദ്രോഹി എന്ന ലേബലിനാൽ വേട്ടയാടപ്പെട്ടേക്കും. ഈ വീഡിയോയും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും അടയാളപ്പെടുത്തപ്പെടുക. വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കാറുണ്ടായിരുന്ന, വലിയ ഭാവിയുണ്ടായിരുന്ന ഗവേഷകനായിരുന്നു ഉമർ ഖാലിദ്. 2020 ഡൽഹി കലാപത്തിൻ്റെ പേരിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിലായത്. നിയമത്തിൻ്റെ പരിമിതിയിൽ UAPA എന്ന വകുപ്പിൻ്റെ സാധ്യതയിൽ ഇതുവരെ ജാമ്യാപേക്ഷ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. എന്തിന് വിചാരണ ആരംഭിക്കണം, എന്താണ് കേസ് എന്നതിന് പോലും വ്യക്തതയില്ലാത്ത സാഹചര്യം. വിചാരണയില്ലാതെ തടവിൽ കഴിയേണ്ടി വരുന്ന ഒരു നിസ്സഹായതയുടെ മുഖം, 6 വർഷമായിട്ടും തുടരുന്ന അനിശ്ചിതത്വം. എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ലോകരാജ്യങ്ങളുടെ മുമ്പിലും ഉമർ ഖാലിദ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ന്യൂയോർക്ക് മേയർ മംദാനിയുടെ ഒരു കത്തുണ്ടാക്കിയ കോളിളക്കമാണ് അമേരിക്ക മുതൽ ദില്ലിയിലെ BJP ആസ്ഥാനത്തേക്ക് വരെ നീണ്ടത്. ഇക്കാര്യത്തിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. മംദാനി എഴുതിയ കത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഉമർ ഖാലിദിന് മംദാനി എഴുതിയ കത്ത് പുറത്തു വന്നതാണ്. ഇതോടെയാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമായത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉമർ ഖാലിദിന്റെ പങ്കാളി ബനോ ജ്യോത്സ്ന ലാഹിരിയാണ് എക്സിലൂടെ കത്ത് പുറത്തുവിട്ടത്. 2025 ഡിസംബറിൽ സഹോദരിയുടെ വിവാഹത്തിന് മുന്നോടിയായി മകളെ സന്ദർശിക്കാൻ ഉമറിന്റെ മാതാപിതാക്കളായ സാഹിബ ഖാനവും സയ്യിദ് ഖാസിം റസൂൽ ഇല്യാസും US-ലെത്തിയപ്പോൾ മംദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴാണ് മംദാനി ഉമർ ഖാലിദിനുള്ള കത്ത് എഴുതി കൈമാറിയത്. ഇക്കാര്യത്തെക്കുറിച്ച് ബനോ ജ്യോത്സ്ന ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇളയ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഉമർ ഖാലിദിന്റെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് പോയത്. അവിടെ താമസിക്കുന്ന, ഇന്ത്യയിലേക്ക് വരാൻ കഴിയാത്ത മറ്റൊരു മകളെ കാണാനാണ് എത്തിയത്. അവിടെ വെച്ച് അവർ മംദാനിയെയും മറ്റുള്ളവരെയും കാണുകയും ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് കുറിപ്പെഴുതി കൈമാറിയത്. ഇതാണ് ബനോ ജ്യോത്സ്നയുടെ പ്രതികരണം. ഇനി ആ കത്ത് ബനോ ജ്യോത്സ്ന അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ എക്സിൽ പങ്കുവെച്ച ആ കത്തിൽ പറയുന്നത് എന്താണ്? ആ കത്ത് ഇങ്ങനെയാണ്. സ്വന്തം കൈപ്പടയിൽ മംദാനി എഴുതിയ കത്ത്. പ്രിയപ്പെട്ട ഉമർ, കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വാക്കുകൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ട ഉമർ, കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ വാക്കുകളും അത് നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുന്നതിനെക്കുറിച്ചും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ നീയുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ നീതി നിഷേധത്തിനെതിരായ ഒരു തീയുണ്ട്. നേരത്തെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായിരുന്ന കാലത്തും ഉമർ ഖാലിദിന്റെ തടവ് നീളുന്നതിനെക്കുറിച്ച് മംദാനി പരസ്യമായി തന്നെ സംസാരിച്ചിരുന്നതാണ്. അന്ന് അത് വലിയ വാർത്തയും ആയതാണ്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് മുന്നോടിയായി ന്യൂയോർക്കിൽ നടന്ന ഹൗഡി ഡെമോക്രസി എന്ന പരിപാടിയിലായിരുന്നു ആ പ്രതികരണം. അന്ന് മംദാനി ഉമർ ഖാലിദിന്റെ ജയിൽ കുറിപ്പുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. അന്ന് മംദാനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്കോളറും വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുമായിരുന്ന ഉമർ ഖാലിദിൻ്റെ ഒരു കത്താണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. ഒരു കുറിപ്പ്. നിലവിൽ UAPA നിയമപ്രകാരം 1000 ദിവസത്തിലേറെയായി ജയിലിൽ കഴിയുകയാണ്. അന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കുമെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിനാണ് അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നത്. അദ്ദേഹം ഇതുവരെ വിചാരണ നേരിട്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ നിരന്തരം തള്ളപ്പെടുകയാണ്. അദ്ദേഹത്തിനെതിരെ വധശ്രമവും ഉണ്ടായി. ഇതാണ് ഉമർ ഖാലിദ് എന്ന മുഖവുരയോടെയാണ് ഉമർ ഖാലിദിൻ്റെ ജയിൽ കുറിപ്പ് അന്ന് മംദാനി വായിച്ചത്. സത്യത്തെ ആർക്കും മറികടക്കാൻ കഴിയില്ല, വിദ്വേഷത്തിന് സ്നേഹത്തെ എന്നേക്കുമായി കീഴടക്കാനും കഴിയില്ല എന്ന ഉമർ ഖാലിദിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് മംദാനി ആ പ്രസംഗം അന്ന് അവസാനിപ്പിച്ചത്. അത് പിന്നാലെ വലിയ ചർച്ചയായിരുന്നു. എന്തായാലും ഇത്തവണ കാര്യങ്ങൾ അത്ര ലളിതമല്ല.
അമേരിക്കയിലടക്കം ഉമർ ഖാലിദിൻ്റെ വിചാരണയില്ലാത്ത തടവ് മനുഷ്യാവകാശ നിഷേധം എന്ന നിലയിൽ തന്നെ ചർച്ചയാകുന്നത് കേന്ദ്ര BJP സർക്കാരിന് അങ്ങനെ അങ്ങ് അവഗണിക്കാൻ കഴിയില്ല. മംദാനിയുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹി കലാപ കേസുകളിൽ വിചാരണയില്ലാതെ തടവിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ US കോൺഗ്രസ് അംഗം ജെയിംസ് P. മക്ഗവർണറും ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യൻ അംബാസഡർക്ക് അദ്ദേഹം കത്തും അയച്ചു. ഇത് അസാധാരണമാണ്. മംദാനിയുടെ കത്തിന് ബലം നൽകിക്കൊണ്ട് ഇന്ത്യയിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഉമർ ഖാലിദിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് വീണ്ടും ശബ്ദങ്ങൾ ഉയരുകയാണ്. മംദാനി 2025 കൊളുത്തിവിട്ട ഐക്യദാർഢ്യത്തിൻ്റെ ശബ്ദത്തിന് വലിയ സ്വീകാര്യത അന്ന് കിട്ടിയിരുന്നു. ആ ചർച്ചയുടെ തുടർച്ചയായി മംദാനിയുടെ ന്യൂയോർക്ക് മേയറായുള്ള സ്ഥാനാരോഹണ ഘട്ടങ്ങളിലൊക്കെ പ്രതിഷേധ സ്വരങ്ങൾ ഉമർ ഖാലിദിന് വേണ്ടി പല മട്ടിൽ ചർച്ചകളിൽ കടന്നു വന്നു. അതിൻ്റെ ഒടുവിലത്തെ ഘട്ടമാണ് ഇപ്പോൾ കാണുന്ന ഈ കത്തും തുടർ ചർച്ചകളും. മംദാനിയുടെ കത്തിന് പിന്നാലെ 8 അമേരിക്കൻ സെനറ്റർമാരും പ്രതിഷേധ കത്തുമായി രംഗത്തെത്തി. ഉമറിന് നീതിയുക്തവും സമയബന്ധിതവുമായ വിചാരണ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് അമേരിക്കൻ നിയമനിർമ്മാതാക്കളും US കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ 8 പേരാണ് ഇന്ത്യൻ സ്ഥാനപതിക്ക് കത്ത് നൽകിയത്. അപ്രതീക്ഷിതമായി BJPക്ക് മേൽ പതിച്ച ആഘാതമായി മംദാനിയുടെ കത്തും സ്ഥാനപതിക്ക് US നിയമനിർമ്മാതാക്കൾ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ ഖ്വാത്രയ്ക്ക് നൽകിയ കത്തും മാറുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഉമർ ഖാലിദിൻ്റെ നീതിരഹിതമായ തടങ്കൽ ജീവിതം. ഇന്ത്യയിൽ നിയമ സംവിധാനം രാഷ്ട്രീയ പ്രതികാരത്തിന് ഉപയോഗിക്കപ്പെടുന്നു അതിൻ്റെ ക്രൂരമുഖമായി ഉമർ ഖാലിദിൻ്റെ ജീവിതം അമേരിക്കയിലടക്കം ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. സെനറ്റർമാരുടെ കത്തിൽ വ്യക്തമാക്കിയത് ആ ആശങ്കയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ സ്വാതന്ത്ര്യം, നിയമവാഴ്ച, മനുഷ്യാവകാശങ്ങൾ, ബഹുസ്വരത എന്നിവ സംരക്ഷിക്കുന്നതിലും ഉയർത്തിപ്പിടിക്കുന്നതിലും ഇരു രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് US പ്രതിനിധികളുടെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനിലടക്കം ആഭ്യന്തര പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ പ്രതീകമായി ഉമർ ഖാലിദിൻ്റെ തടവ് ലോക സമൂഹത്തിൽ ചർച്ചയാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളെ ബാധിക്കും. ഇന്ത്യയെക്കുറിച്ചുള്ള ചർച്ചകളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിമറിക്കുന്നതിന് അത് കാരണമാകും. 6 വർഷമായി വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രാഥമിക നീതി പോലും നിഷേധിക്കപ്പെട്ട് കേവലമായ രാഷ്ട്രീയ പ്രതികാരമായി ഉമർ ഖാലിദിൻ്റെ തടവ് തുടരുമ്പോൾ രാജ്യം നിസ്സംഗതയോടെ നോക്കിക്കാണുകയാണോ? ഭീതിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ആക്ഷേപം കൂടി ശരിവെക്കും വിധത്തിലാണ് ഒരു ദശകമായി നടക്കുന്ന ഭരണകൂട നടപടിയുടെ ഒടുവിലത്തെ ഇരയായി മംദാനി അനിശ്ചിതമായി ജയിലിൽ കിടക്കുന്നത്. വിചാരണ പോലും ഇല്ലാതെ തുടരുന്ന തടങ്കൽ ജീവിതം ലോകത്താണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതേസമയം BJP ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുള്ളവർ ഇടപെടണ്ട എന്നാണ് BJPയുടെ നിലപാട്. മംദാനിയുടെ കത്തിനെ വിമർശിച്ച് BJP വക്താവ് ഗൗരവ് ഭാട്ടിയ രംഗത്തെത്തിയത് മാധ്യമ വാർത്തയായി. രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലാണ് മംദാനി ഇടപെടുന്നത് എന്നും അത്തരം ശ്രമങ്ങൾ ഇന്ത്യ വെച്ചു പൊറുപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ജുഡീഷ്യറിയെയും ചോദ്യം ചെയ്യാൻ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി ആരാണ്? രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഗൗരവ് ഭാട്ടിയ രോഷാകുലനായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതിന് പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്തും മംദാനിക്കെതിരെ രംഗത്തെത്തി. കുറ്റവാളികളെ പിന്തുണച്ചുകൊണ്ട് മംദാനി ഖുറാനെ അപമാനിക്കുകയാണ് എന്ന വിചിത്രമായ വാദമാണ് BHP ദേശീയ വക്താവ് വിനോദ് ബൻസാൽ 2020 സെപ്റ്റംബറിൽ അറസ്റ്റിലായ ഉമർ ഖാലിദിന് ഡൽഹി കോടതി പലതവണ ജാമ്യം നിഷേധിച്ചു. കുടുംബത്തിലെ വിവാഹ ആവശ്യങ്ങൾക്കായി ഡിസംബർ പകുതിയോടെ ചെറിയ കാലയളവിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഉമർ ഖാലിദിൻ്റെ തടങ്കലിനെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് അമേരിക്കയിലെ പ്രബലമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു കത്ത്, മംദാനിയുടെ കത്ത് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തിയത് BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഈ സാഹചര്യം പ്രധാനമാണ്. ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിൽ ഒരു നീതി നിഷേധത്തിൻ്റെ പേരിൽ ഉമർ ഖാലിദിൻ്റെ തടങ്കൽ ചർച്ചയാവുകയാണ്. വിചാരണയില്ലാത്ത തടങ്കൽ എന്ന ലേബൽ ഇന്ത്യക്ക് ഒട്ടും അഭിമാനകരമല്ല. ഭാവിയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ കടന്നു വന്നേക്കാം. ഉമർ ഖാലിദിന് മുമ്പും ശേഷവും എത്രയെത്ര പേർ മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ട യൗവനത്തിൻ്റെ പ്രധാന കാലം തന്നെ ജയിലിൽ ഹോമിക്കപ്പെട്ട വിചാരണയില്ലാത്ത തടവുകാലം കഴിഞ്ഞ് ഫ്രീ ആയി പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്കെതിരെ ഒന്നുമില്ല, കേസൊന്നുമില്ല, തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴുകുമ്പോൾ ഒരു സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു യുവകാലം അസ്തമിപ്പിച്ച നിഷ്കാസിതമാക്കപ്പെട്ട കാലം വീണ്ടും തിരിച്ചു വന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ കാലത്ത് മറുപടി പറയാൻ ഒരു മറുപടിയും ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഉണ്ടാകാനും ഇടയില്ല. എന്തായാലും ഉമർ ഖാലിദിന് മിനിമം വിചാരണയെങ്കിലും ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടത്. അങ്ങനെയേ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പ്രതിഷേധങ്ങളെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ഉത്തരം പക്ഷേ അവിടെ പറയാതെ നിൽക്കുന്നുമുണ്ട്. നന്ദി, നമസ്കാരം.